ഒരു പൈൽ റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് നോക്കാന്ന് വെച്ചാൽ ഇത് 2 പൈല് തന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഒരു മുല്ലപ്പൂവാണ്, ജാസ്മിൻ പൂവാണ്, ഒന്നൊരു കുങ്കുമച്ചിപ്പ്. ഇത് 2ആണ് പൈലായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ നോക്കണമെന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കാം. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എങ്ങനെയാണ്, നിങ്ങളുടെ അടുത്തേക്ക് നല്ല സ്നേഹമുണ്ടോ, അടുത്ത് വരുമോ എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ ഇതിൽ വീഡിയോ കാണുമ്പോൾ വീഡിയോയിലൊരു വാട്സാപ്പ് നമ്പർ ഇട്ടുണ്ട്. അത് വാട്സാപ്പ് നമ്പറാണ്. അതിൽ കോണ്ടാക്ട് ചെയ്യുക. ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ പേഴ്സണൽ റീഡിങ്ങിന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് 2 പൈല് വെച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് കാർഡ് എടുത്തിട്ടുണ്ട്. കാർഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് അപ്പോൾ റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടേതായിട്ട് വരണേ എന്ന് നന്നായിട്ട് യൂണിവേഴ്സിൻ്റെ അടുത്ത് നന്നായി പ്രാർത്ഥിച്ചിട്ട് വേണം ഇതിൽ സെലക്ട് ചെയ്യാൻ. ഒന്നാമത്തെ പൈല് ഇതാണ്, കുങ്കുമച്ചപ്പ്. ഇതാണ് ഒന്നാമത്തെ പൈല്. ഈ പൂവാണ്, അതായത് ജാസ്മിൻ പൂ. ഇതാണ് 2ാമത്തെ പൈല്. അപ്പോൾ ഇത് നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചിട്ട്, നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ അടുത്ത് നന്നായി പ്രാർത്ഥിച്ചിട്ട് ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ പൈല് സെലക്ട് ചെയ്തവർക്ക് ഇത് ഒന്നാമത്തെ പൈല്, ഇത് 2ാമത്തെ പൈല്.
അപ്പൊ ഒന്നാമത്തെ പൈല് സെലക്ട് ചെയ്തവർക്ക് ഉള്ള റീഡിംഗ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്തായാലും വളരെ നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് വരുന്നാണ് പറയുന്നത് കേട്ടോ. വളരെ നല്ലൊരു പുതിയൊരു ബന്ധത്തിനുള്ളൊരു നല്ലൊരു തുടക്കമാണ് വരാൻ പോകുന്നത്. നല്ലൊരു പ്രണയമാണ് ഇനി വരാൻ പോകുന്നതെന്നാണ് പറയണത്. ഇനി ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്ന് ഭയങ്കര സന്തോഷമാണ്. അങ്ങ് സന്തോഷം കവിഞ്ഞൊഴുകുന്ന പറഞ്ഞത്. അത്ര അധികം നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹം ഉണ്ടാവുന്നതാണ് പറയുന്നത്. നല്ല ബന്ധം ആണ് ഇനി ഉണ്ടാവാൻ പോകുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് ആരോഗ്യത്തിലും എല്ലാത്തിലും നിങ്ങൾക്ക് ബിസിനസ്സിലായാലും നിങ്ങളുടെ ആരോഗ്യത്തിലായാലും എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് പുരോഗതിയാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ പ്രണയത്തിലായാലും പുരോഗതിയാണ് വരാൻ പോകുന്നത്. നല്ല ബന്ധമാണ്, നല്ല ദൃഢമായ ബന്ധമാണ് വരാൻ പോകുന്നത്. പിന്നെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നു, അതും നിങ്ങളുടെ ടൈം ചേഞ്ച് ചെയ്യാൻ പോകുന്നതാണ് പറഞ്ഞത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുമോ, അതൊക്കെയാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ എന്താണ്, വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരും തന്നെയാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ ഈ അവസ്ഥ മാറി നല്ലൊരു ചേഞ്ച് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇനി ഭാഗ്യമൊക്കെയാണ് വരാൻ പോകുന്നത്. ലൈഫിൽ നല്ല ചേഞ്ച് വരാൻ പോകുന്നു. നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ശക്തിയാണോ ആ ശക്തി നിങ്ങളുടെ ഒപ്പം ഉണ്ടെന്നാണ് പറയണത്. നിങ്ങൾക്ക് നല്ലതൊക്കെ നേടിത്തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിചാരിക്കുന്നത്, നിങ്ങൾ എന്തിനൊക്കെ പ്രാർത്ഥനയുണ്ട്, ആ പ്രാർത്ഥനയ്ക്കൊക്കെ ഒരു നിങ്ങളുടെ ആ നിങ്ങൾ വിളിക്കുന്ന ആ ശക്തി കേട്ടിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം നടത്തി തരാൻ വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങൾക്ക് ഇനി ഭൂമി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭൂമി വാങ്ങിക്കാനോ, അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നത് വിദേശത്ത് പോകാനോ, ഇപ്പൊ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഡീപ്പ് ലവ് ആണ് ഇനി പറയുന്നത്. വളരെ ആഴത്തിലുള്ളൊരു ആഴത്തിലുള്ളൊരു സ്നേഹം, പരസ്പരം പ്യുവറായിട്ടുള്ള സ്നേഹമാണ് പറയാൻ പോകുന്നത്. ഡീപ്പ് ലവ് ആണ് വരാൻ പോകുന്നത് ഇനി കേട്ടോ. ഇപ്പോഴത്തെ ഈ അവസ്ഥയൊക്കെ മാറി നല്ലൊരു ബന്ധമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്നത്. എല്ലാ നന്മ നിങ്ങളുടെ ഇതിൽ വരും എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് ഫസ്റ്റ് സെലക്ട് ചെയ്തവർക്കാണ്. കുങ്കുമച്ചേർത്ത് സെലക്ട് ചെയ്തവർക്ക് അടുത്തത് 10 ഓഫ് സോർട്സ് ഉണ്ട്. അപ്പോഴും എന്താ പറയണേ, ഇപ്പോഴത്തെ ഈ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളൊക്കെ തീർന്ന് നല്ലൊരു കാലാണ് ഇനി വരാൻ പോകുന്നത്. ഇപ്പൊ കുറെ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ സഹിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പില്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലായാലും കുറെ ബുദ്ധിമുട്ടുകള്, കുറെ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം പൂർത്തീകരിച്ചു. ആ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളൊക്കെ തീർന്നു. ഇനി നല്ലൊരു കാലം വരാൻ പോകുന്നു എന്നാണ് പറയണത്. പിന്നെ നിങ്ങളുടെ ജോലിയിലായാലും നിങ്ങൾക്ക് പുരോഗതി, ബിസിനസ്സിലായാലും പുരോഗതി. ഇനി എല്ലാത്തിലും നല്ലൊരു മാറ്റമാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു തകർച്ച, ഒരു ബന്ധം പെട്ടെന്ന് അവസാനിച്ച് പോയിട്ടുണ്ടായിരിക്കാം. ഒരു ജോലിയിലൊക്കെ ചെറിയൊരു തകർച്ച വന്നിട്ടുണ്ടായിരിക്കാം. അതൊക്കെ കഴിഞ്ഞു പോയി. ഇനി നല്ലൊരു ബന്ധമാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു തുടക്കം, ലൈഫിൽ നല്ലൊരു തുടക്കമാണ് ഉണ്ടാവാൻ പോകുന്നത് കേട്ടോ. പിന്നെ പേജ് ഓഫ് കപ്സ്, അതെന്ന് വെച്ചാൽ ന്യൂ ബർത്ത്, ന്യൂ ചൈൽഡ്. റിലേഷൻഷിപ്പിലായാലും നല്ല നല്ല മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. എല്ലാം നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ പോകുന്നത് ശരിയായ പാതയിലൂടെയാണ്. നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക. ആദ്യം തന്നെ നമ്മളെ തന്നെയാണ് ആദ്യം സ്നേഹിക്കേണ്ടത്. ഇനിയിപ്പോ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയണത്. കുട്ടികൾ ഉണ്ടാകാതിരുന്നവർക്ക്, ഇപ്പൊ കുട്ടികൾ ഉണ്ടാവാതെ കുറെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിരുന്നവർക്ക് അത് കുട്ടികൾ ഉണ്ടാവാൻ പോകുന്നു. എല്ലാ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരാൻ പോകുന്നത്. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഇനി വെഡിങ്, റീയൂണിയനാ, എല്ലാം അവര് നിങ്ങളെ വിളിക്കാനോ വന്ന് കാണാനോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കാനോ എല്ലാത്തിനും ഒരു സാധ്യതയാണ് പറയുന്നത്. അവര് വരും, നിങ്ങളെ വന്ന് കാണും. അത് തന്നെയാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ അടുത്തേക്ക് വരും, അത് തന്നെയാണ് പറയുന്നത്. അടുത്ത എംപ്രസ് വന്നിട്ടുണ്ട്, അതും നല്ലൊരു കാർഡാണ്. നിങ്ങളിലേക്ക് ഒരു അബണ്ടന്റ് വരുന്നു. നിങ്ങളിലേക്ക് എന്തൊക്കെയോ നല്ല നല്ല കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ബിസിനസ്സിലായാലും എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് നല്ല ഈശ്വരാധീനം ഉണ്ടെന്നാ പറയുന്നത്. നിങ്ങൾ എന്തിനൊക്കെയോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എന്തിനൊക്കെയോ ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നിങ്ങൾക്ക് ഫലം കിട്ടാൻ തുടങ്ങുന്നു. പിന്നെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. നിങ്ങൾ പരസ്പരം നല്ല സ്നേഹമുണ്ട്. പക്ഷെ അതിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് ഒരു സങ്കടം. നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്, പക്ഷെ അതിനുള്ളൊരു തേർഡ് പാർട്ടി ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും. നിങ്ങൾ ഒരാൾക്ക് ഒരാളെ ഇരിക്കാൻ പറ്റില്ല. അത്രയധികം നിങ്ങളെ അത്രത്തോളം
തീക്ഷ്ണമായ ബന്ധമാണെന്നാണ് പറയുന്നത് നമ്മളുടെ. പക്ഷെ അതിലൊരു തേർഡ് പാർട്ടി ഉണ്ട്. അപ്പൊ അതുകൊണ്ടുള്ളൊരു പ്രയാസങ്ങളും അതുകൊണ്ട് ചില പ്രശ്നങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ പിന്നെന്താ, ഒരു ഈ പൂവ് സെലക്ട് ചെയ്തവർക്ക് കഴിഞ്ഞ കാലത്ത് കുറച്ച് മുന്നേ നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു വേർപിരിയൽ വരാ, എന്തെങ്കിലും ചീറ്റിങ് വരാ, അതിൽ നിന്ന് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരാൾ വേർപെട്ടു പോയി. അപ്പൊ അതൊക്കെ ഓർത്തിട്ട് ഇപ്പോഴും ഒരുപാട് ഇരിക്കുകയാണെന്നാണ് പറയണത്. നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരാൾ പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും വളരെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് വിഷമിക്കണ്ട. ഇനി ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് പാസ്റ്റിനെ മറക്കാൻ പറയാണ്. ഇനി ഫ്യൂച്ചറിന് വേണ്ടി സന്തോഷത്തോടെ ഇരിക്കാൻ പറയാണ്. പിന്നെ ഹെർമിറ്റ്, ഇപ്പൊ നിങ്ങളുടെ വ്യക്തി ഇപ്പൊ വളരെ ഒരൊറ്റപ്പെട്ട പോലെ തനിച്ചിരിക്കാനായിട്ട് ആഗ്രഹിക്കുക, ഒറ്റയ്ക്ക് ജീവിക്കുന്ന പോലെ ഒരു ഏകാന്തതയിലാണെന്നാണ് പറയണത്. എല്ലാ ആഘോഷങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക, സൊസൈറ്റിയിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണെന്നാണ് പറയുന്നത്. സ്വയം ഒതുങ്ങിക്കൂടാ. നല്ല പ്രാർത്ഥനയും കാര്യങ്ങളും ഉണ്ട്. ദൈവികമായ വഴിയിലേക്ക് തിരിക്കുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, നല്ല സ്പിരിച്വൽ ആയിട്ടുള്ള ഗൈഡൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. ആണ്. അപ്പൊ അവര് വളരെ വിഷമത്തിലാണെന്നാണ് പറയണത്. അവര് ഫൂളിലാണ് അർത്ഥം. അപ്പൊ അവരെന്താണ് ഇങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് ഇങ്ങനെ ആര് പറഞ്ഞാലും ഒന്നും കേൾക്കുന്നില്ല. ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു സ്വഭാവത്തോടു കൂടി ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പോവാണ്. ആര് പറഞ്ഞാലും കേൾക്കില്ല. അവരവരെ തന്നെ ഒരു എന്താ പറയാ, സ്നേഹമില്ല. ഇങ്ങനെ അവരെന്ത് എഫർട്ട് എടുത്താലും അതിന് ഫലം കിട്ടുന്നതാണെന്നാണ് പറയുന്നത്. അപ്പൊ അവരുടെ ബാക്കിൽ നിന്നിട്ട് അവരുടെ അടുത്ത് നല്ലൊരു കാര്യം ആര് പറഞ്ഞു കൊടുത്താലും പോലും അവർക്കത് അക്സെപ്റ്റ് ചെയ്യൂല, അവരത് മനസ്സിലാക്കൂല. അങ്ങനെ ഒറ്റയ്ക്ക് ആര് പറഞ്ഞാലും അനുസരിക്കാതെ ഒരു താന്തോന്നിയായിട്ട് എന്താ പറയാ, ആര് പറഞ്ഞാലും അനുസരിക്കാണ്ട് ഇങ്ങനെ ഉള്ളൊരു ആളായിട്ട് ഇങ്ങനെ തോന്നിയതുപോലെ ഇങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഇങ്ങനെ നടക്കാണെന്നാണ് പറയണത് കേട്ടോ. പക്ഷെ ഇനി ഒരു ചേഞ്ച് വരുന്നുണ്ട് അവരിലേക്ക്, നല്ലൊരു ചേഞ്ച് ഇനി വരുന്നുണ്ട്. പിന്നെന്താ, ഐസ് ഓഫ് സോർട്സ് ഉണ്ട്. അപ്പൊ എന്താണ്, അഭിപ്രായ വ്യത്യാസങ്ങള്, നിങ്ങളുടെ വ്യക്തി നിങ്ങളും തമ്മില് ചില അഭിപ്രായ വ്യത്യാസങ്ങള്, സംഘട്ടനങ്ങള്, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും പുതിയത് ഒക്കെ നിങ്ങളിലേക്ക് വരും. പുതിയ ബന്ധത്തിന്റെ പുതിയൊരു തുടക്കമാണ് ഇനി നിങ്ങളിലേക്ക് വരുന്നത്. അപ്പൊ അത് ഉണ്ടായതൊക്കെ കഴിഞ്ഞു. ഇനി നല്ലൊരു തുടക്കമാണ് ഇനി വരാൻ പോകുന്നത്. എല്ലാ കാര്യത്തിനും നല്ല നല്ല തുടക്കങ്ങളാണ് വരാൻ പോകുന്നത് കേട്ടോ. ബുദ്ധിപരമായ മാറ്റങ്ങൾ വരാ, നല്ല സ്നേഹം, നല്ല അടുപ്പം, ഇതൊക്കെ ഇനി ഉണ്ടാവും. അപ്പൊ വരാനൊരു ചാൻസ് ഉണ്ട്. എന്നാലും ഇത്തിരി പ്രയാസങ്ങളും ഉണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇതില്. വീട്ടിലൊക്കെ എല്ലാ കാര്യങ്ങളും ഒക്കെ നോക്കി നടത്തുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി കേട്ടോ. എല്ലാ കാര്യങ്ങളും കുടുംബത്തിലൊരു കാരണവര് പോലെ എല്ലാ കാര്യത്തിന്റെ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്നൊരു ആളാണെന്നാണ് പറയുന്നത്. കുടുംബത്തിലൊരു മുതിർന്ന ആള്, കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരാളെ, നല്ല മനസ്സിന്റെ ഉടമയാണ്. അത്യാവശ്യം പെട്ടെന്ന് കാണുമ്പോൾ ഒരു ഗൗരവമൊക്കെ ഉള്ള വ്യക്തിയാണെന്ന് തോന്നും. നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നാണ് പറയുന്നത്. ആ വ്യക്തിക്ക് മറ്റുള്ളവരെയൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ഉള്ള ഒരു കഴിവുണ്ട്. സ്വന്തം തീരുമാനത്തിലൊക്കെ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറഞ്ഞത്. ആ വ്യക്തിയുടെ അതനുസരിച്ചിട്ട് മറ്റുള്ളവരെ പോലും കൺട്രോൾ ചെയ്യാനുള്ളൊരു കഴിവൊക്കെ ഉണ്ട്. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ആചാരങ്ങളൊക്കെ പിന്തുടരുന്ന ഒരാളാണെന്നാണ് പറഞ്ഞത്. ഒന്നിനധികം പേടിയൊന്നുമില്ല. ഇങ്ങനെ നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. എന്നാലും 7 of Swords എന്തോ ഒരു പണി വന്ന് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ബന്ധത്തില് ഒരു പണി വന്ന് കിടക്കുന്നുണ്ട്. ആരും ഒരു പണിയായിട്ട് ഇട്ടിട്ടുണ്ട്, അത് അവർക്ക് ഏറ്റിട്ടുമുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് ആരും ഒരു പണി എന്ന് വെച്ചാൽ എന്തെങ്കിലും ആഭിചാരക്രിയകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ മറഞ്ഞിരുന്നോണ്ട് ഉപദ്രവിക്കില്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണി വന്ന് കിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അത് മാറ്റിക്കളയണം. എന്നാലേ എല്ലാ കാര്യങ്ങൾക്കും അത് എല്ലാത്തിനും തടസ്സപ്പെടുത്തും. ആ പണി വന്ന് കിടക്കുന്നത് എല്ലാത്തിനും തടസ്സപ്പെടുത്തും. അപ്പൊ അതൊന്ന് മറിഞ്ഞിരുന്നുകൊണ്ട് നിങ്ങളെ ഉപദ്രവിക്കുക, രഹസ്യമായിട്ട് ആസൂത്രണം ചെയ്തിട്ട് മറിഞ്ഞിരുന്നുകൊണ്ട് നിങ്ങളെ ഉപദ്രവിക്കുക, വഞ്ചന ചെയ്യുക, നുണകൾ പറയുക, തന്ത്രങ്ങളെ മെനയുക, മനസാക്ഷി ഇല്ലാത്ത പോലെ പെരുമാറുക, കളവ് ചെയ്യുക, കളവ് പറയുക, ചതിക്കുക, അങ്ങനെ
അവർക്ക് ഒരു എന്തോ ഒരു പണി വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങള്. അപ്പൊ അത് മാറ്റി കളയണം. അത് കേട്ടോ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ റീഡിങ്ങില്. അപ്പൊ എല്ലാവരും എൻ്റെ റീഡിങ് കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ ദയവായിട്ട്. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പൊ അടുത്ത ഒരു വീഡിയോ ഇടുന്നത് വരേക്ക് എല്ലാവർക്കും, എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.